ഖൈബർ യുദ്ധം വിജയത്തിനു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കുറച്ചു ദിവസം അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം സൈനബ് ബിൻത് ഹർസി എന്ന ഒരു യഹൂദി സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ഒരു വിരുന്ന് വിളിച്ചു. സദ്യയിൽ അവർ വിഷം ചേർത്ത് പാകപ്പെടുത്തിയ ആട്ടിറച്ചി വിളമ്പിയിരുന്നു. അതിൽ നിന്നൊരു മാംസം എടുത്ത് വായിലിട്ടപ്പോൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇത് ആരും ഭക്ഷിക്കരുത്, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന്. പക്ഷേ സ്വഹാബികളിലൊരാളായ ബിശ്റുൽ ബറ റളിയല്ലാഹു ഇറച്ചി കഷ്ണം വിഴുങ്ങിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയെ വിളിച്ച് വിചാരണ ചെയ്തു. അത് സമ്മതിക്കുകയും ചെയ്തു. എന്തിനു ചെയ്തു എന്ന ചോദ്യത്തിൽ താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെങ്കിൽ വിഷം തിന്നുകയില്ലെന്നും അങ്ങനെയല്ലെങ്കിൽ മരണമടഞ്ഞു പോട്ടെയെന്നും പറഞ്ഞു. പിന്നീട് ആ സ്ത്രീ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. പിന്നീട് ഈ വിഷയത്തിൻ്റെ അനന്തരഫലമായി ബിശ്റുൽ ബറ റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. ഇസ്ലാമിക നിയമപ്രകാരം കൊല ചെയ്ത വ്യക്തിയെ വധിക്കണമെന്നാണ്. അക്കാരണത്താൽ തന്നെ സൈനബ് ബിൻത് ഹസർ എന്നവരെ വധിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ഈ വിഷം ശരീരത്തിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു.